ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മിക്ക് ചാനലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉള്ളി കൊണ്ടൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കായിട്ട് തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് ഉള്ളിവടയുടെ ഉള്ളി പക്കവടയുടെ ടേസ്റ്റ് അല്ല കേട്ടോ, വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റുള്ള സ്നാക്കാണ്. അപ്പോൾ ഇതിലേക്ക് 3 ഉള്ളി എടുത്ത് നീളത്തിൽ കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ഒരു ചിക്കൻ ക്യൂബ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 വെളുത്തുള്ളി ഒന്ന് ചതക്കി എടുത്തത് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 3-4 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില വലുതാണെങ്കിൽ ഒന്ന് പിച്ച് കീറിയിട്ട് ചേർത്ത് കൊടുത്തോളുണ്ട് കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണ്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല കയ്യിലില്ലെങ്കിൽ മീറ്റ് മസാലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ മാഗി ക്യൂബ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് മാത്രം ഉപ്പ് ചേർക്കുക കേട്ടോ. മാഗി ക്യൂബ് നല്ലോണം ഉപ്പുള്ള സാധനമാണ്. അപ്പം നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി കേട്ടോ. ഞാൻ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ വരുന്ന കടലമാവ് കൂടെ ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കുമ്പോഴും ശ്രദ്ധിക്കാനുള്ളത്, ഒരുപാട് സമയത്ത് ഇങ്ങോട്ട് കൈയോട്ട് ഞെക്കി ഇങ്ങോട്ട് എന്താ പറയുക, അമർത്തിയിട്ട് ചെയ്യരുത് കേട്ടോ. നമ്മൾ സാധാരണ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് റെഡിയാക്കലുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ എല്ലാം പാട് ഇളക്കി മിക്സാക്കി യോജിപ്പിച്ചാൽ മതിയേ. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ് കേട്ടോ. ചിക്കൻ ഇത് ഞാൻ കുറേ മുമ്പ് ഇത് വീഡിയോ ഇട്ടിരുന്നു. നമുക്ക് നോമ്പിന് ജോലിഭാരം കുറക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെക്കാൻ, വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ അതിൽ ചിക്കൻ കൂടി ഇതുപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് ക്രഷാക്കി കൈ കൊണ്ട് ഇങ്ങനെ പിച്ച് കീറിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലുള്ള ചിക്കനാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അങ്ങനെ ഇല്ലെങ്കിൽ കുറച്ച് ചിക്കൻ ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വേവിച്ചിട്ട് ഒന്ന് ക്രഷാക്കി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് എല്ലാം പാടെ ജസ്റ്റ് അതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇങ്ങനെ നമ്മളൊന്ന് ഉണ്ട പിടിച്ച് നോക്കുമ്പോൾ ഇതിങ്ങനെ ലൂസാക്കിയിട്ട് വിട്ടു പോകാതെ ഇങ്ങനെ പിടിച്ചിരിക്കണം. അതാണ് ഇതിൻ്റെ പരുവം. ഇതിലേക്ക് ഒരു തുള്ളി വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഓയിലൂടെ ചൂടാക്കാൻ വെക്കാം. നിങ്ങൾക്ക് വെളിച്ചെണ്ണ മതിയെങ്കിൽ വെളിച്ചെണ്ണയും യൂസ് ആക്കാം. ഞാൻ ഇവിടെ ഓയിലാട്ടോ എടുത്തിട്ടുള്ളത്. ആ ഓയിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ഇനി ഒരു വൈഡായിട്ടുള്ള ഒരു പാത്രമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം ഒരുമിച്ച് റെഡിയാക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് അവസാനമായി നമ്മളൊരു ചേരുവോട് ചേർത്ത് കൊടുക്കേണ്ടിയിരുന്നത് മൈദയാണ് കേട്ടോ. ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം വരുന്ന മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതും നമ്മൾ നല്ലോണമായിട്ട് പ്രസ്സാക്കി കുഴക്കരുത്. ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് തൂകി ഇങ്ങനെ ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാൻ നേരം മാത്രം നമ്മൾ ഇതിലേക്ക് മൈദ ചേർക്കാൻ പാടുള്ളൂ. എന്നിട്ട് വേണം ഇത് നമ്മൾ ഫ്രൈ ആക്കി എടുക്കാൻ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, നല്ല ടേസ്റ്റും ആയിരിക്കും കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ റെഡിയാക്കി നോക്കിക്കോ കേട്ടോ. ഇങ്ങനെ നമ്മളിങ്ങനെ പിടിച്ചിട്ട് 2 വിരലും കൊണ്ട് ഇങ്ങനെ ഒന്ന് നെക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അത്രയും ചെയ്താൽ മതി. ഉള്ളി വടക്ക് പരത്തുന്ന പോലെയൊന്നും പരത്തേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, മാഗി ക്യൂബ് ചേർക്കുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർക്കുക. അതുപോലെ തന്നെ ഒരു തുള്ളി വെള്ളത്തിൻ്റെ പോലും ഇതിന് ആവശ്യമില്ല കേട്ടോ. ഞാൻ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടില്ലേ, ഇതേപോലെ വേണം നിങ്ങളിങ്ങനെ എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാൻ ഇത് ആദ്യം മുതൽ അവസാനം വരെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് റെഡിയാക്കി എടുത്തത്. എൻ്റെ ബർണറിന് തീ കുറച്ച് കത്തുന്നതിന് കുറച്ച് കുറവുണ്ട്, അതുകൊണ്ടാണ് ഹൈ ഫ്ലെയിമിൽ ഇട്ടത്. നിങ്ങളുടെ ഫ്ലെയിമിനനുസരിച്ച് വേണം ഇത് വെക്കാൻ. നല്ല അങ്ങോട്ട് കത്തുന്ന ബർണറാണെങ്കിൽ നിങ്ങളൊന്ന് മീഡിയത്തിൽ വെച്ചിട്ട് ചെയ്തോ കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഇങ്ങനെ നുള്ളിയിട്ട് ഇങ്ങനെ ഒന്ന് 2 വിരലുകൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത്, അല്ലെങ്കിൽ 3 വിരലുകൊണ്ട് ഇങ്ങനെ പ്രസ് ആക്കിയാൽ മതി. എന്നിട്ട് അങ്ങോട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അത്ര മതി കേട്ടോ. അപ്പം ഇതെല്ലാം പാട് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് കോരി മാറ്റുന്നുണ്ട്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് തന്നേക്കണം കേട്ടോ. ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. എല്ലാ കൂട്ടുകാരും വീഡിയോ കാണുന്നവർ ലൈക്ക് തരാതെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കാണുമ്പോൾ തന്നെ ഇഷ്ടമാണെങ്കിൽ മാത്രം ഒരു ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ലൈക്കും കമൻറ്റൊക്കെ ഒരുപാട് പ്രധാനമായിട്ടോ ചാനൽ മുന്നോട്ട് പോകണമെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ ഒരു ലൈക്ക് ചോദിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ഒരു ലൈക്ക് തന്നോളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനും ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഈ റമദാൻ മാസത്തെ ചിക്കനൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.